പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയുടെ തലക്കെട്ട് വിശ്വാസി എന്ന മെതിവണ്ടി, ബിലീവർ ആസ് എ ത്രഷിംഗ് സ്ലെഡ്ജ്. അതിനാധാരമായി യെശയ്യാവ് 41 അധ്യായം 14, 15, 16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതർ പോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ പുകഴും. ഈ വാക്യം പുഴുവായ യാക്കോബിനോട് സർവശക്തനായ ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്കതിൻ്റെ ആദ്യ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. ഈ വാക്യത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ഈ വാക്യത്തെ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ മനസ്സിലാക്കി പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് പുതിയ നിയമത്തിൽ പുഴുവായ യാക്കോബ? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവസഭയുടെ അംഗമായ ഓരോ വിശ്വാസിയും പുതിയ നിയമത്തിലെ പുഴുവായ യാക്കോബാണ്. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ പലവിധമായ പ്രതിസന്ധികളുടെ മുൻപിൽ ഈ വാക്യത്തിൽ കാണുന്ന യാക്കോബിനെ പോലെ തന്നെ ഭയപ്പെട്ട് നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മളോട് സർവശക്തനായ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി എന്തു തന്നെ ആയിരുന്നാലും ഒരു കാര്യം ഉറപ്പ് വരുത്തുക, ആ പ്രതിസന്ധിയിൽ നമ്മൾ തനിയെ അല്ല, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. നമുക്ക് ഒരു വീണ്ടെടുപ്പിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെയാണ് വീണ്ടെടുക്കേണ്ടത്. അപ്പം എന്തെങ്കിലും ആത്മിക സന്തോഷം നഷ്ടപ്പെട്ടോ ഭൗമിക നന്മകൾ നഷ്ടപ്പെട്ടോ ഒക്കെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെയും ഭാരത്തിൻ്റെയും മുൻപിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ നമ്മളെ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം ആ വാഗ്ദത്തത്തെ തൻ്റെ നാമം ചൊല്ലി ഉറപ്പിക്കുന്നു. അതായത് നിന്റെ വീണ്ടെടുപ്പുകാരനായ ഞാൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ എന്നുള്ള ഒരു ഉറപ്പും ദൈവം ഈ വാക്യത്തിലൂടെ നമുക്ക് നൽകുന്നു. ഇനി മൂന്നാമതായി ദൈവം നമ്മളോട് ഇതിലൂടെ സംസാരിക്കുന്നത് ഒരു വിലയേറിയ വാഗ്ദത്തം ദൈവം നമുക്ക് തരികയാണ്. ഈ പുഴുവായ യാക്കോബിന് ആ പുഴുവിനെ ചിന്തിക്കുവാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു ഉയർന്ന നിലവാരത്തിലെ വാഗ്ദത്തം ദൈവം നൽകുന്നു. അതെന്താണ്? ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. അതായത് ഇപ്പോൾ ഭാരപ്പെട്ട് ഭയന്ന് നിൽക്കുന്ന യാക്കോബിന് ദൈവം കൊടുക്കുന്ന വിശേഷ വാഗ്ദത്തം ആ പുഴുവിനെ ദൈവം മെതിവണ്ടിയാക്കും എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമ്മൾ പുഴുവിന് മാക്സിമം വരാൻ സാധ്യതയുള്ള ട്രാൻസ്ഫോർമേഷൻ പുഴുവിന് ചിത്രശലഭം വരെ ആകാം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്പുറമുള്ളതൊന്നും പുഴുവിന് ചിന്തിക്കാൻ പറ്റില്ല. എന്നാൽ പുഴുവിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ ആ പുഴു മെതിവണ്ടിയാകും. ഇനി മെതിവണ്ടി എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യെശയ്യാവിൻ്റെ കാലത്തെ മെതിവണ്ടി എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു ഐഡിയ വേണം. അന്നത്തെ കാലത്തെ മെതിവണ്ടി എന്നാൽ ഒരു ചെറിയ വുഡൻ പ്ലാങ്ക് അല്ലെങ്കിൽ ഒരു ചെറിയ പലക, നിറയെ സുഷിരങ്ങൾ നിറഞ്ഞൊരു പലക, ആ സുഷിരങ്ങൾക്കുള്ളിൽ മൂർച്ചയുള്ള കല്ലുകൾ അല്ലെങ്കിൽ അയൺ റോഡുകൾ, ഇരുമ്പിൻ്റെ പല്ലുകൾ നിറഞ്ഞ ഒരു പലക. ആ പലകയെ കാളയോട് വെച്ച് കെട്ടി കറ്റയുടെ മേലിൽ കൂടെ ഓടിക്കുമ്പോൾ കതിരും കറ്റയും തമ്മിൽ വേർപെടും. ഇതാണ് മെതിവണ്ടിയുടെ റോള്. അപ്പം ദൈവം പുഴുവിനെ മെതിവണ്ടിയാക്കുന്നത് എന്തിനു വേണ്ടിയാ? ബേസിക് കോളിംഗ്. 2 കോളിംഗ് ഈ വാക്യങ്ങളിലുണ്ട്. ഒന്ന് ബേസിക് കോളിങ്ങും 2 ഹയർ കോളിങ്ങും. അതെന്താണെന്ന് നമുക്ക് പുറകാലെ ചിന്തിക്കാം. അപ്പം ഈ മെതിവണ്ടിയുടെ ബേസിക് കോളിംഗ് ധാന്യത്തെ കറ്റയിൽ നിന്നും വേർപിരിക്കുക. അപ്പം ഓരോ ധാന്യത്തിന് എപ്പോഴും താല്പര്യം അത് ജനിച്ച് വളർന്ന് അതായിരിക്കുന്ന ആ ചെടിയോട് ചേർന്ന് നിൽക്കാനായിരിക്കും. പക്ഷെ ധാന്യത്തിൻ്റെ സൃഷ്ടാവിന് ആ ധാന്യത്തെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ചെടിയിൽ തന്നെ പറ്റിപ്പിടിച്ച് എന്നും നിൽക്കുവാനല്ല. ആ ധാന്യം പത്തായത്തിലെത്തി അതിനുശേഷം യജമാനൻ്റെ ഓൺ മേശയിൽ വരണം. ഒന്നുകിൽ ചോറായിട്ട് തന്നെ അല്ലെങ്കിൽ വീറ്റായിട്ട് തന്നെ വരണം. അതല്ലെങ്കിൽ ഫാക്ടറികളിൽ പ്രോസസ്സിങ്ങിന് പോയി വിവിധ മറ്റ് പല രൂപത്തിലുള്ള ആഹാര സാധനങ്ങളായിട്ട് അത് രൂപകൽപ്പന ചെയ്യപ്പെടണം. അപ്പോൾ ഓരോ ധാന്യത്തെക്കുറിച്ച് സൃഷ്ടാവിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് എത്തണമെങ്കിൽ ധാന്യം ഈ ചെടിയോട് ചേർന്ന് നിന്നാൽ പറ്റത്തില്ല. അതുകൊണ്ടൊരു പ്രോസസ്സ് ഓഫ് സെപ്പറേഷൻ വേണം. ആ സെപ്പറേഷന് വേണ്ടി, ആ സെപ്പറേഷൻ പെയിൻഫുൾ ആണെങ്കിലും ധാന്യത്തിൻ്റെ ദൗത്യത്തിലേക്ക് ധാന്യത്തെ അത് എത്തിക്കും. അപ്പം
ഓരോ വിശ്വാസിയും ദൈവം വിളിച്ചിരിക്കുന്നതിന് ഒരു കോളിംഗ്, ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസിലേക്ക് എത്തണമെങ്കിൽ ആദ്യം കംഫർട്ട് സോൺസിൽ നിന്നും, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരു മനംമാറ്റം വന്ന് സഭയെ കർത്താവ് ഉദ്ദേശിക്കുന്ന കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി മാറണം. അതിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് വളരണം. ഈ സഭയിലേക്ക് ആക്കുവാനും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാക്കി മാറ്റുവാനും ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തുവാനും ഉപയോഗിക്കപ്പെടുന്ന ഒരു യന്ത്രമാണ് മെതിവണ്ടി. അപ്പോൾ ഓരോ വിശ്വാസിയും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനും അവരെ ക്രിസ്തുവിൻ്റെ പക്വതയിൽ വളർത്തുവാനും ഉതകുന്നവരാകണമെന്നുള്ളതാണ് വിശ്വാസികളുടെ, അല്ലെങ്കിൽ ഈ പുഴുവായ വിശ്വാസിയുടെ ബേസിക് കോളിംഗ്. ഈ കോളിങ്ങിന് വേണ്ടി 3 ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ 3 സവിശേഷതകൾ ദൈവം ഇവിടെ എടുത്തു പറയുന്നു ആ മെതിവണ്ടിക്ക് നൽകിയിരിക്കുന്നതായിട്ട്. ഒന്നാമത്, ആ 3 വാക്യങ്ങൾ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. പുതിയത്, മൂർച്ചയുള്ളത്, പല്ലേറിയത്. അപ്പം ഈ മെതിവണ്ടിയുടെ ഒരു പിക്ചർ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ മെസ്സേജിനോട് ചേർന്ന് തന്നെ ഞാൻ ആ പിക്ചറും കൂടെ അയക്കാം. മെതിവണ്ടി ഉപയോഗിച്ച് കാലക്രമേണ ഇതിൻ്റെ പല്ലുകൾ ഒക്കെ കൊഴിഞ്ഞു പോയി, ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവം എടുത്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇതിനെ പുതിയൊരു മെതിവണ്ടിയാക്കി തീർക്കും. ഒരു സാധാരണ മെതിവണ്ടിയല്ല, ഒരു യൂസ്ഡ് മെതിവണ്ടിയല്ല, നിത്യതയോളം വാറണ്ടിയുള്ള, ഈ ലോകത്തിലുള്ള ഏതൊരു സാധനത്തിൻ്റെയും, ഏതൊരു പുതിയ സാധനത്തിൻ്റെയും വാറണ്ടിയുടെ മാക്സിമം എന്ന് പറയുന്നത് ലൈഫ് ടൈം വാറണ്ടിയാണ്. എന്നാൽ ദൈവം നമ്മളെ പുതിയതാക്കുമ്പോൾ നമ്മളെന്ന മെതിവണ്ടിയുടെ വാറണ്ടി ഇറ്റ് ഈസ് ഇറ്റേണൽ വാറണ്ടി, അൺലിമിറ്റഡ് വാറണ്ടിയോടുകൂടിയാണ് ദൈവം നമ്മളെ പുതുക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആത്മീകത്തിന് പഴക്കം വരുന്നതനുസരിച്ച് നമ്മുടെ പല്ലുകൾ കൊഴിഞ്ഞ് നമ്മുടെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ നാം നമ്മളെ തന്നെ ആത്മാവിൻ്റെ പണിപ്പുരയിലേക്കൊന്ന് കയറ്റി സ്വയശോധന ചെയ്ത് പുതുക്കത്തിന് വേണ്ടി, കാരണം സകലതും പുതിയതാക്കുന്നവനാണ് നമ്മുടെ ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പുതുക്കം പ്രാപിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്, മൂർച്ചയുള്ളത്. ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നന്നായി അറിയാം, ആയുധത്തിൻ്റെ മൂർച്ച കുറഞ്ഞാൽ അതിനെ പിന്നെ എടുത്ത് കളയാനേ കൊള്ളുകയുള്ളൂ. കത്തിയുടെ മൂർച്ച കുറഞ്ഞാൽ അത് രാഗിയില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ മൂർച്ച ഉള്ളവരായി, ആത്മനിറവിൽ മൂർച്ചയോടുകൂടി ആണെങ്കിൽ മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്ന ദൗത്യത്തിൽ മറ്റുള്ളവരെ ക്രിസ്തുവിൽ വളർത്തുവാൻ, ഉപദേശിപ്പാൻ, സഹായിപ്പാൻ ഒക്കെ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ മൂർച്ച എവിടെയെങ്കിലും കുറഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ദൈവകരങ്ങളിൽ കൊടുത്ത് ഒരു രാഗലിന് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനി മൂന്നാമത്, പല്ലേറിയത് എന്നതിന് ഇംഗ്ലീഷ് ഡബിൾ എഡ്ജ്ഡ് എന്നാണ്, ഇരുവായ്ത്തല ഉള്ളത് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇരുവായ്ത്തല ഉള്ള വാൾ ദൈവവചനം ആണെന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുന്നു. ദൈവവചനം കൊണ്ട് ഓരോ വിശ്വാസിയും നിറഞ്ഞിരിക്കണം. ഈ വചനം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണം. ഈ വചനം പുറത്തേക്ക് ഒഴുകുമ്പോൾ ഇതിന് ഇരുവായ്ത്തലമുണ്ട്. ഇത് കേൾക്കുന്ന വ്യക്തിക്ക് ആത്മീക അഭിവൃദ്ധി ഉണ്ടാകുന്നത് പോലെയും മനസ്സാന്തരം ഉണ്ടാകുന്നത് പോലെയും പറയുന്ന വ്യക്തിക്കും ആന്തരിക രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ള ഈ ദൈവവചനം കൊണ്ട് നമ്മളെ തന്നെ നിറയ്ക്കണം. അപ്പം പുതുമയുള്ളവരായിരിക്കണം, മൂർച്ചയുള്ളവരായിരിക്കണം, ഡബിൾ എഡ്ജ്ഡ് ഇരുവായ്ത്തല ഉള്ളവരായിരിക്കണം. ആണെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ബേസിക് കോളിംഗ് ആയ ധാന്യത്തെ കറ്റയിൽ നിന്നും വേർപിരിക്കുന്ന ദൗത്യത്തിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയും. ഇനിയും ഈ മെതിവണ്ടിയുടെ ബേസിക് കോളിംഗ് അല്ലാതെ അടുത്ത വാക്യങ്ങൾ മെതിവണ്ടിക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്തൊരു ഹയർ കോളിംഗ്, ഒരു ഉന്നത വിളിയും കൂടെ ദൈവം നൽകുന്നു. അതെന്താണെന്ന് നമുക്ക് വായിക്കാം. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. അപ്പം ഒരു മെതിവണ്ടിയെ സംബന്ധിച്ച് അതിൻ്റെ പിക്ചർ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഒരിക്കലും ആ ഒരു സ്ട്രക്ചറുള്ള ഒരു യന്ത്രത്തിന്, ഇന്നത്തെ JCBയോ ഹിറ്റാച്ചിയോ പോലൊന്നും അല്ല, ബേസിക് സ്ട്രക്ചറുള്ള ആ ഒരു യന്ത്രത്തെ കൊണ്ട് ഒരു വലിയ കുന്നിനെയോ മലയോ പൊടിക്കുവാൻ അതിന് സ്വയമേ കഴിയുകയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന പല വാഗ്ദത്തങ്ങളും നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അളന്നാൽ ഇതെങ്ങനെ സാധിക്കും എന്ന് നമുക്ക് ചിന്ത വരും. എന്നാൽ ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ ദൈവം അത് നിവർത്തിക്കും. അപ്പം എന്താണ് ഈ മലകൾ, കുന്നുകൾ? നമ്മുടെ ജീവിതത്തിൽ, ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായ പല വിധത്തിലുള്ള പോരാട്ടങ്ങൾ, പൈശാചിക പ്രവർത്തനങ്ങൾ, പ്രതിസന്ധികൾ, വൈതരണികൾ അനുദിനം നമ്മൾ ഫേസ് ചെയ്യുന്നവരാണ്. അപ്പം ഈ പോരാട്ടങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ക്ഷീണിച്ച് മടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അയ്യം വിളിക്കേണ്ടവരല്ല നമ്മൾ. ദൈവം നമ്മളെ മെതിവണ്ടിയാക്കിയിരിക്കുന്നു. ഈ മെതിവണ്ടിയായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യം ഈ
പൈശാചിക പോരാട്ടങ്ങളെ, അതായത് ചെറിയതും വലുതുമായ നമ്മുടെ പ്രതിസന്ധികളെ ചാടിക്കടക്കുവാനുള്ള ശക്തി നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെയും 3 കീവേഡ്സ് ഉണ്ട്: മെതിക്കുക, പൊടിക്കുക അല്ലെങ്കിൽ പതിർ പോലെ ആക്കുക, മൂന്നാമത് പാറ്റുക. അപ്പം ഈ പ്രതിസന്ധികളെ മെതിക്കുവാനും ഇതിനെ പൊടിക്കുവാനും ഇതിനെ പാറ്റുവാനുമുള്ള ദൈവിക അധികാരം ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്നു. ഒരു ബിൽഡിങ് ഇടിച്ചു കളഞ്ഞാൽ അതിൻ്റെ ആ റെമനൻസ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നുവെന്നും അത് ഇടിച്ചു കളഞ്ഞുവെന്നും മറ്റുള്ളവർക്ക് ബോധ്യമാകും. എന്നാൽ പിശാച് കൊണ്ടുവരുന്ന പ്രവൃത്തികളെ മെതിക്കുകയും പൊടിക്കുകയും മാത്രമല്ല, അതിനെ പാറ്റി അതിൻ്റെ ഓർമ്മയെ കൂടി നശിപ്പിക്കത്തക്ക ബലമാണ്, ആത്മിക അധികാരമാണ് ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നത്. അപ്പം മെതിക്കുക എന്ന വാക്കിനോട് ചേർന്ന് ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പോൾ നമ്മുടെ മേൽ തന്നിരിക്കുന്ന അധികാരം പിശാചിൻ്റെ പ്രവൃത്തികളെ ചവിട്ടി മെതിച്ചു കളയാനുള്ള അധികാരമാണ്. രണ്ടാമത് ആ മെതിച്ച സാധനത്തിനെ നമ്മൾ പൊടിക്കുക. അതിനാധാരമായി റോമർ 16:20 സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. അപ്പം സാത്താൻ്റെ തലയെ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ചതച്ച് കളയുക. ഇനി അതിനുശേഷം ആ പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ പൈശാചിക പ്രവർത്തനങ്ങളുടെ ഓർമ്മ പോലും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് മാറത്തക്കവണ്ണം നമ്മളതിനെ പാറ്റിക്കളയുക. ലൂക്കോസ് 3:17 അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് വേറെയാണെങ്കിലും ദുഷ്ടൻ്റെ പിശാചിൻ്റെ സാത്താൻ്റെ അവസാനം ഇത് തന്നെയാണ്. അവനെ ദൈവം തീയിൽ ചുട്ടുകളയും. അപ്പോൾ അവൻ്റെ പ്രവൃത്തികളെയും കാറ്റിൽ പാറ്റിക്കളഞ്ഞ് അവൻ്റെ അന്ത്യം ചുടുവാനുള്ളവനാണ്. അതുകൊണ്ട് നമ്മൾ അവനെ ഭയക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സങ്കീർത്തനം 1:4 ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റു പാറ്റുന്ന പതിർ പോലെ അത്രേ. അപ്പോൾ ദൈവത്തിന് ദുഷ്ടതയോടുള്ള ആറ്റിറ്റ്യൂഡ് ഇത്രയുമേ ഉള്ളൂ. പതിരിൻ്റെ വിലയെ ദൈവം ദുഷ്ടനും ദുഷ്ടതയ്ക്കും നൽകിയിട്ടുള്ളൂ. ദുഷ്ടൻ എന്നാൽ നമ്മുടെ പ്രതിയോഗിയായ ശത്രു പിശാച്. അവൻ്റെ അന്ത്യം നിത്യ അഗ്നിയില്ല. അതിനാൽ അവനെ നമ്മൾ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ഈ മെതിവണ്ടി കുന്നുകളെ ഇടിച്ച് മെതിച്ച് പൊടിച്ച് പാറ്റിക്കളയുക. ഈ പാറ്റുക എന്ന ദൗത്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനെ പറപ്പിക്കുക എന്ന ദൗത്യം ദൈവം ഏറ്റെടുക്കും. കാറ്റും ചുഴലിക്കാറ്റും, ദൈവത്തിൻ്റെ ശുശ്രൂഷകരായ കാറ്റും ചുഴലിക്കാറ്റും ഈ പൊടിയെ പറത്തിക്കളയും. പിന്നെ അതിൻ്റെ ഓർമ്മ കൂടി അവശേഷിക്കുകയില്ല. അപ്പം ഇതിൻ്റെ ചുരുക്കം ഇത്രയുമേ ഉള്ളൂ. ദൈവം നമ്മളിലൊരു പ്രവൃത്തിയെ ആരംഭിച്ചാൽ ദൈവം അത് പൂർത്തിയാക്കും. ചില വാഗ്ദത്തങ്ങൾ നമുക്ക് പോലും ഇതെങ്ങനെ നടക്കുമെന്ന് സംശയം കാണും. പക്ഷെ ദൈവമാണോ വാക്ക് പറഞ്ഞത്, ദൈവം അത് നടത്തും. 1 തെസ്സലോനിയർ 5:24 നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ, അവനത് നിർവഹിക്കും. ഫിലിപ്പിയർ 1:6 നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പം ദൈവം ഈ പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ, ദൈവം നമ്മളിലൂടെ ഒരു ദൈവിക പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ്? നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ പുകഴും. ദൈവം നമ്മളിലൂടെ ചെറുതോ വലുതോ ആയ ദൈവിക ദൗത്യങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ അതിന് മുഴുവൻ മഹത്വവും ദൈവത്തിന് മാത്രമുള്ളതാണ്. അതിൻ്റെ 1% മഹത്വം പോലും നമ്മൾ ഏറ്റെടുക്കാൻ പോകരുത്. അത് ദൈവം മുൻപാകെ നീതിയല്ല, യോഗ്യമല്ല. അപ്പോൾ ഇന്നെന്തെങ്കിലും വിഷയത്തിന് മധ്യത്തിൽ എൻ്റെ ജീവിതത്തിലെ വാഗ്ദത്തം നടക്കുമോ എന്ന് നമ്മൾ ഭാരപ്പെടുന്നുവെങ്കിൽ നമ്മൾ ഭാരപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. ഇതൊരു കൺഫർമേഷനായി തന്നെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശക്തമായി വ്യാപരിക്കട്ടെ. പുഴുവിനെ മെതിവണ്ടിയാക്കി ആ മെതിവണ്ടിയെ കൊണ്ട് മലകളെ ഇടിച്ച് പൊടിച്ച് പാറ്റിക്കളയിപ്പിക്കുന്ന ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്കിന്ന് പകൽക്കാലം നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്കൊരു പുതുക്കത്തിനായി, നമ്മുടെ മൂർച്ച കൂട്ടുവാൻ, നമ്മുടെ പല്ലുകളുടെ ശക്തി കൂട്ടേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് ഈ പകൽക്കാലം അങ്ങയുടെ വാഗ്ദത്തത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കൂടെ ഓർപ്പിച്ചുണർത്തിയതിനായ സ്തോത്രം. നല്ല മെതിവണ്ടികളാക്കി അങ്ങയുടെ ഹയർ കോളിങ്ങിന് വേണ്ടിയും ഹയർ പേർപ്പസസിന് വേണ്ടിയും ഞങ്ങളെ തന്നെ ഈ പകൽക്കാലം സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു വിളിയെയും ദൗത്യത്തെയും പിശാച് തകർത്ത് കളയുവാൻ ഇടയാകരുത്. അവൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ആത്മബലത്തോടുകൂടി ചവിട്ടി
കളയുവാനുള്ള ശക്തി ഞങ്ങൾ കർത്താവ് തന്നിരിക്കാൻ സ്തോത്രം. ആ ശക്തിയെ ഇന്ന് പകൽക്കാലം ഒന്നും കൂടെ കർത്താവ് പുതുക്കി റിന്യൂ ചെയ്ത് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി അനേകരെ വിടുവിച്ച് ഈ ദൈവസഭയുടെ ഭാഗമാക്കുവാനും അനേക ധാന്യമണികളെ അങ്ങയുടെ സന്നിധിയിൽ കാഴ്ചവെക്കുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ, അതിനായി ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ.